ഹലോ എവരിവൺ, ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ RRB CMAയുടെ നോട്ടിഫിക്കേഷൻ ഒഫീഷ്യലി വന്നിരിക്കുകയാണ്. നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നൊരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു RRB CMAയുടെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം. നമ്മുടെ നോട്ടിഫിക്കേഷൻ ആക്റ്റീവ് ആവുന്നത്, അതായത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഈ ഒരു പോസ്റ്റിനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് 31/10/2025 മുതലാണ്. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 30/11/2025. അതേപോലെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഫീ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് 2/12/2025 ആണ്. അതേപോലെ മോഡിഫിക്കേഷൻ വിൻഡോ ഓപ്പൺ ആവുന്നത് 3/12/2025 മുതൽ 12/12/2025 വരെയും. പിന്നീട് നമുക്ക് സ്ക്രൈബിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടത് 13/12/2025 മുതൽ 17/12/2025 വരെയുമാണ്. അപ്പോൾ നമുക്കറിയാം RRB CMAയുടെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ഒഫീഷ്യലി വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ ഫീ പേയ്മെൻറ്റിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവും. അതുകൊണ്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ ഫീ പേയ്മെൻറ്റ് കൊടുത്തു പോകാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നീട് അത് മറന്നു പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഇൻവാലിഡ് ആവും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു എക്സാം എഴുതാനുള്ള അവസരം നിങ്ങൾക്ക് നഷ്ടമാകും. അതുകൊണ്ട് ഫീ പേയ്മെൻറ്റ് കൃത്യമായിട്ട് കൊടുത്തു എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ടതാണ് ആപ്ലിക്കേഷൻ്റെ ടൈമിൽ. പിന്നീട് ഇതിൻ്റെ പോസ്റ്റ് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഈ നോട്ടിഫിക്കേഷൻ വരുന്നത് മെയിനായിട്ട് ജൂനിയർ എഞ്ചിനീയറിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ കൂടെയാണ് നമ്മുടെ CMAയുടെ നോട്ടിഫിക്കേഷൻ വരുന്നത്. അതിൽ ലെവൽ എന്ന് പറയുന്നത് ലെവൽ 6 ആണ് പേ ലെവൽ എന്ന് പറയുന്നത്. അതേപോലെ ഇനിഷ്യൽ പേ വരുന്നത് 35,400 ആണ്. മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ പോസ്റ്റിൻ്റെയും കൊടുത്തിട്ടുണ്ട്. ഏജ് ലിമിറ്റ് വരുന്നത് 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെ ഉള്ളവർക്കാണ് ജനറലി ഈ ഒരു പോസ്റ്റിനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ബാക്കിയുള്ള കാറ്റഗറീസിന്, അതായത് SC ST OBC അതേപോലെ എക്സ് സർവീസ്മെൻ അങ്ങനെ തുടങ്ങി മറ്റ് കാറ്റഗറീസിന് നമുക്ക് നോർമലി ഉള്ളതുപോലെ ഏജ് റിലാക്സേഷൻ ഇവിടെയും ഉണ്ട്. ഇപ്പോൾ ജനറലിൻ്റെ ഒരു ഏജ് ലിമിറ്റാണ് 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിനായിട്ട് അപ്ലൈ ചെയ്യാമെന്നുള്ളത്. ടോട്ടൽ വേക്കൻസീസ് വന്നിരിക്കുന്നത് 25,069 വേക്കൻസീസ് ആണ് ടോട്ടൽ വന്നിരിക്കുന്നത്. അതിൽ CMAയ്ക്കായിട്ട് 63 വേക്കൻസീസ് ആണ് ഉള്ളത്. നമ്മൾ ഇതിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ BSc കെമിസ്ട്രി അതേപോലെ BSc ഫിസിക്സ് കഴിഞ്ഞവർക്ക് വിത്ത് 45% മാർക്കോടെ പാസ്സായവർക്കാണ് ഈ ഒരു പോസ്റ്റിനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പം ഈ തവണ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ അതിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. BSc വിത്ത് ഫിസിക്സ് ആസ് മേജർ ഓർ സ്പെഷ്യലൈസേഷൻ ഓർ ഹോണേഴ്സ് സബ്ജക്റ്റ് ആൻഡ് കെമിസ്ട്രി ആസ് എ സബ്ജക്റ്റ്, അതായത് BSc ഫിസിക്സ് ആയിരിക്കണം, അതിൽ കെമിസ്ട്രി ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ചിരിക്കണം. അതേപോലെ BSc വിത്ത് കെമിസ്ട്രി അതിൽ ഫിസിക്സ് ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ചിരിക്കണം. കൂടാതെ BSc with any other science subject including but not limited to mathematics or mathematical statistics as a major specialization honors subject and both physics and chemistry as a subject in the course. അതായത് നിങ്ങൾ BSc മറ്റേതെങ്കിലും സയൻസ് സബ്ജക്റ്റിലാണെങ്കിലും ഫിസിക്സും കെമിസ്ട്രിയും അതിലൊരു സബ്ജക്റ്റായിട്ട് പഠിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസും നോട്ടിഫിക്കേഷനിൽ കൃത്യമായിട്ട് തന്നെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് വന്നിരിക്കുന്ന ലിസ്റ്റ് RRBസിൽ കൃത്യമായിട്ട് എത്ര നമ്പർ ഓഫ് വേക്കൻസീസ് ഏതൊക്കെ RRBസിലാണെന്നുള്ളതും നമുക്ക് നോട്ടിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ഈ നോട്ടിഫിക്കേഷൻ്റെ PDF നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ എക്സാം ഫീസ് നമ്മൾ നേരത്തെ പറഞ്ഞു എക്സാം ഫീസ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ എക്സാം ഫീസ് വരുന്നത് ജനറലി 500 രൂപയാണ്. മറ്റേ SC ST അതേപോലെ എക്സ് സർവീസ്മാൻ PWD ഫീമെയിൽ തുടങ്ങിയവർക്ക് 250 രൂപയാണ് എക്സാം ഫീസായിട്ട് വരുന്നത്. നമുക്കിത് വൺസ് എക്സാം എഴുതി കഴിഞ്ഞാൽ ഇത് റീഫണ്ട് ആവുന്ന എമൗണ്ട് ആണ്. അപ്പോൾ നമുക്കറിയാം നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. നമ്മൾ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയായിരുന്നു. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ആ സിലബസ് കൃത്യമായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ 2 സ്റ്റേജായിട്ടാണ് എക്സാംസ് നടക്കുന്നത്, CBT 1ഉം CBT 2ഉം. അപ്പോൾ നമ്മൾ CBT 1നും CBT 2നും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഫൈനൽ റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ RRB CMAയുടെ കോഴ്സ് നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സസ് ആയിരിക്കും, ഒരു മെന്റർ സപ്പോർട്ട് ഉണ്ടായിരിക്കും, വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ ആവശ്യമായ എല്ലാ കണ്ടന്റും നമ്മുടെ കോഴ്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ കമന്റ് സെക്ഷനിൽ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.